ഏയ് കേറ്. പോം. ബോബി പോവല്ലേ, ഞാനും വരുന്നു. നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചല്ലേ? വരുന്നില്ലെന്ന് പറഞ്ഞവളാ ഇപ്പൊ ഇരിക്കുന്നു ഫ്രണ്ട് സീറ്റ്. എന്തായാലും ഈ രാത്രി നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല. കണ്ടോ? എന്തു പറ്റി ബോബി? ചെക്കനങ്ങനെ പണി പറ്റിക്കുന്നതല്ലോ. ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാം. നിങ്ങളൊന്ന് കൈവച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടായേനെ. ഞങ്ങൾ ഇറങ്ങി തള്ളണോ? തള്ളാൻ പിടിക്കാണല്ലോ അല്ലേ? ചെല്ല്, തള്ളി നോക്ക്. ഞാൻ കയറിയിരിക്കാം. ഞാനും കൂടെ ഇറങ്ങണോ? വേണ്ടടി, നീ അവിടെ തന്നെ ഇരുന്നാ മതി. ഇതൊക്കെ ചോദിച്ചിട്ട് വേണമല്ലോ ചെയ്യാൻ, തമ്പുരാട്ടിയല്ലേ. അതെ, ഒന്ന് പെട്ടെന്ന് ആവട്ടെ കേട്ടോ. തള്ളു തള്ളു. തള്ളു. അഞ്ചു കേറ്. എന്റെ കാലിൽ എന്തോ നോക്കട്ടെ. അത് അട്ടടിച്ചാവും. അയ്യോ ഇത് വല്ലാത്തൊരു ചെയ്ത്തായി പോയിട്ടോ. ഞങ്ങളുടെ പകുതി ജീവൻ പോയി. ഇവരിതെവിടെ പോയി? ബോബി, രണ്ടുപേരും കാണാനില്ലല്ലോ. ബോബി, 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 എന്താ ബോബി, എന്താ പറ്റിയ? അഞ്ചോടെ എന്തു പറ്റി? എന്താ പറ്റിയെന്ന് പറ ബോബി. എന്താ ഉണ്ടായേ? അതെ, ഈ അഞ്ജുന് നിനക്ക് കുഴപ്പമുണ്ടോ? അതല്ലേ നിങ്ങളോട് ഇത്രയും നേരം ഞങ്ങൾ പറഞ്ഞേ. അവളൊരു സൈക്കോ ആണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവളാ. ബോബി, ബോബിക്ക് എന്തെങ്കിലും പറ്റിയോ? പറ ബോബി. എടോ, നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് വണ്ടി മുന്നോട്ട് എടുക്കാൻ പറഞ്ഞവള്. വണ്ടി ഫ്രണ്ടിട്ട് എടുത്തതിന് ശേഷം പിന്നെ നിർത്താനും സമ്മതിച്ചില്ല. പിന്നെ ഒരു പ്രാന്തി പോലെ എൻ്റെ കഴുത്തിൽ പിടിച്ചിട്ട് എന്നെ തള്ളി പുറത്തേക്ക് ഇട്ട്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവള് ഇറങ്ങി ഇങ്ങോട്ട് പോയി. ഞങ്ങൾ പറഞ്ഞില്ലേ അവള് മനുഷ്യജന്മല്ല, വേറെ എന്തോ ആണ്. അതെ, ഒരു കാര്യം ചെയ്യാം. ഇവിടെ നിൽക്കുന്ന അപകടമാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം, അതായിരിക്കും നല്ലത്. അവളെ ഇവിടെ വിട്ടിട്ടോ, അവക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? വേണ്ട ബോബി. ഈ കാട്ടിൽ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. ആദ്യം നിങ്ങളെ ഞാൻ സുരക്ഷിതമായിട്ട് ക്യാമ്പിൽ എത്തിക്കട്ടെ. അതിനുശേഷം ഞാൻ വന്ന് അഞ്ജുനെ അന്വേഷിച്ചോളാം. അതുപോലെ ലൈല പറഞ്ഞാൽ കാര്യമുണ്ട് ബോബി. തിരിച്ചു വരുമ്പോഴത്തേക്കും അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾ ഉത്തരം പറയണ്ടേ? അതൊക്കെ വലിയ പ്രശ്നമാവും ബോബി. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഞാൻ റെഡിയാണ്. ആ ലൈറ്റ് ഒന്ന് എടുക്കട്ടെ.
വിളിച്ച റേഞ്ചും കിട്ടൂല. വാ സൂക്ഷിച്ചേ. അഞ്ചു 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 ഇവളിത് എവിടെ പോയി കിടക്കോ? വെറുതെ കിടത്താനായിട്ട്. സൂക്ഷിച്ച വേരുണ്ട് അവിടെ. അഞ്ചു 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 മുമ്പോട്ട് കിടന്നേ. വണ്ടി നിർത്ത്. അവർ കയറിയിട്ടില്ല. വണ്ടി നിർത്ത്. കുറച്ചുകൂടെ നീക്കി നിർത്താം. ഇതൊക്കെ ഒരു രസമല്ലേ? ഓഹോ, അപ്പോ അവരൊഴിവാക്കിയിട്ട് എന്നൊറ്റയ്ക്ക് തീർക്കാനുള്ള പരിപാടിയാണല്ലേ മിസ്റ്റർ ബോബൻ സാമുവൽ? ആഹാ, അപ്പൊ എല്ലാം കണ്ടുപിടിച്ചു വന്നല്ല. ഗുഡ്, സൂപ്പർ. പക്ഷേ സാമിൽ നിന്ന് ബോബൻ സാമുവലിലേക്ക് എത്തിയപ്പോഴേക്കും അല്പം വൈകിപ്പോയല്ലോ. കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാൽ ഈ ബോബി എവിടെയാ? നമുക്ക് പോയി നോക്കാം. അവള് ബോബി എന്തെങ്കിലും ചെയ്തു കാണോ? അറിയില്ല. വാ നോക്കാം. എനിക്ക് വയ്യടി. നമുക്ക് പതിയെ നടക്കാം. എനിക്ക് നിറയെ ആനയുടെ സ്ഥലം കേട്ടെ. ബോബി 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 പോട്ടെ, സാരില്ല. വാ. ഇത് ബോബിയുടെയാണല്ലോ. ബോബി ബോബി വാ, നമുക്ക് ജീപ്പിനടുത്ത് വല്ല വഴിയുണ്ടോ നോക്കാം. അപ്പൊ ബോബിയോ? നീ വാ, പോയി നോക്കാം.
പറ്റി? ബോബി! എടി അഞ്ചു! ഒളിച്ചു നിൽക്കാതെ പുറത്തേക്ക് വാടി. വരാൻ! നിനക്ക് ഞങ്ങളുടെ ജീവനല്ലേ വേണ്ടേ? ഞങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെയുണ്ട്. വാടി! നിന്നോട് പറഞ്ഞേ, വാടി! നിനക്ക് ഞങ്ങളെ കൊല്ലണ്ടേ? അടുത്ത് വരരുത്. നിമ്മി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. കഴുത്തിരിച്ച് കൊല്ലാനും ഒളിച്ചിരുന്ന് ആക്രമിക്കാനും മാത്രം നിന്നെക്കൊണ്ട് പറ്റൂ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും ഞാനല്ല ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് അവൻ ഒറ്റൊരുത്തനാ, ആ ബോബി. നിമ്മി, അവളെ വിടരുത്. നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ ഉറപ്പായി ഇവള് തന്നെയാ നമ്മളെ കൊല്ലാൻ നോക്കിയത്. കൊല്ലവളെ, എടി കൊല്ലാൻ. വേണ്ട നിമ്മി. ആ ബോബി, അവൾ അവിടെ കിടന്ന് ചാവട്ടെ. ബോബി, നിനക്കെന്താ പറ്റി? അവൾ നിന്നെന്താ ചെയ്തേ? എനിക്കറിയില്ല, തലക്കടി കിട്ടിയ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. സൂക്ഷിച്ച്, നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വലിയ ഡേഞ്ചർ അവള്. അതുകൊണ്ടാണ് പറഞ്ഞ ഞാൻ ഇത്ര പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ. അത് പിന്നെ ബോബി, കഥ പറഞ്ഞ് നിൽക്കാനൊന്നും നേരമില്ല. പെട്ടെന്ന് പോകാം. നിങ്ങൾ പൊക്കോ, ഞാൻ നോക്കിക്കോളാം.
കൈ വന്നുപെട്ട ഹിമ്മയിലേയും വെറുതെ വിട്ട് എന്നെ മാത്രം തീർത്താ നിന്റെ പ്രതികാരം തീരുമോ സാം? എടി നിന്നെ മാത്രം തീർത്ത് ജയിലിൽ പോവാനേ അത്ര മണ്ടനൊന്നുമല്ല ഞാൻ. ശരിക്കും നീ തന്നെയായിരുന്നു എൻ്റെ ആദ്യത്തെ ചോയ്സ്. പക്ഷെ നിന്നെ എൻ്റെ കൺമുമ്പിൽ കിട്ടാത്തതുകൊണ്ട് എനിക്ക് രണ്ടാമത്തെ ഏരിയയിൽ തൃപ്തിപ്പെടേണ്ടി വന്നു. അപ്പോഴാണ് പ്രതീക്ഷിക്കാതെ നിന്റെ മാസം ട്രൈസസ് ഓഫ് യുവർ ഹാപ്പിനെസ്. ഡിയർ മെമ്പേഴ്സ്, അപ്പോൾ നമ്മുടെ ക്യാമ്പിലെ എല്ലാ മെമ്പേഴ്സും വന്ന സ്ഥിതിക്ക് നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് ഒരു മിനിറ്റ്. സത്യത്തിൽ നീ അവളെ സ്നേഹിച്ചിട്ടുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഹിമയെ നീ ഇല്ലാതാക്കില്ലായിരുന്നു. ഞാനവളെ സ്നേഹിച്ചിട്ടില്ലെന്ന്. അവക്കും അങ്ങനെയെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞങ്ങൾക്കിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ശരിയാണ്. പറഞ്ഞ സമയത്ത് ഞാൻ എത്തിച്ചിട്ടുണ്ടേ. കറക്റ്റ് ടൈം. ഓക്കെ അല്ലേ? ആ പോയിട്ടോ. ഹായ്. ഹലോ. ഗുഡ് മോർണിംഗ്. കാര്യമായിട്ട് പറഞ്ഞു. എന്തേ മാഡം ജോസ്? താങ്ക് യു. അയ്യോ സോറി. സോറി ചേട്ടാ. സോറി ചേട്ടാ, സോറി. ഞാൻ നിന്റെ ഈ സ്വഭാവം കൊണ്ടാണ് നമ്മൾ തമ്മിൽ ഒത്തുപോകില്ലെന്ന് ഞാൻ പറയുന്നത്. ഇതിപ്പോ പല തവണയായി. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് പഠിക്കാൻ പോകുന്നത്. മനസ്സിലായോ? ഇനി അവിടെ വന്നെന്നെ ശല്യം ചെയ്യരുത് പ്ലീസ്. ഞാൻ പറയുന്നൊന്ന് ഹിമ. പക്ഷേ കോയമ്പത്തൂർ പഠിക്കാൻ പോയപ്പോഴും അവൾ എന്നിലേക്ക് തിരിച്ചു വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. നീ ഞങ്ങളുടെ ഇടയിൽ വരുന്നത് വരെ. എന്നിട്ടും ആ പ്രതീക്ഷയിൽ തന്നെയാണ് കഴിഞ്ഞ ന്യൂ ഇയറിന് അവളെ കാണാൻ ഞാൻ കോയമ്പത്തൂർ എത്തിയത്. ആ ഹിമേ, നിനക്ക് എന്താടാ വേണ്ടേ? നീ ഏതാ? ഹിമയുടെ? ഞാനോ? ഞാൻ അവളെ കെട്ടാൻ പോകുന്നോളാ. പേര് അഞ്ജു. ഞങ്ങൾ മുടിഞ്ഞ പ്രണയത്തില. ഇനി എന്തെങ്കിലും അറിയണ്ടോ നിനക്ക്? നീ എന്താ പറഞ്ഞേ? ആരാ അത്? ഇത് അവളെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യുന്ന ആ തെണ്ടിയാ സാം. ഓ അവനാണോ? എങ്കിൽ ഫോണിങ് ബാക്കി ഞാൻ പറയാം. എടാ പട്ടി തെണ്ടിച്ചെറ്റെ, അവളുടെ പിന്നാലെ നടക്കരുത്. അവള് നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ. ഹിമയ്ക്ക് നിന്നെ ഇഷ്ടമല്ല. അവൾ ഒരിക്കലും നിനക്ക് കിട്ടാനും പോകുന്നില്ല. ഇനി എങ്ങാനും നീ ഈ ഫോണിലേക്ക് വിളിച്ചാ വെച്ചിട്ട് പോടുകളെ.
പ്രതികാരത്തിനാണെങ്കിൽ പിന്നെന്തിനാ നീ അവരെ ഇതിൽ ഉൾപ്പെടുത്തിയത്? അതല്ലേ മെയിൻ ട്വിസ്റ്റ്. എൻ്റെ ഹിമയെ എന്നീന്ന് അകറ്റിയ നിങ്ങളെല്ലാവരെയും ഓരോരുത്തരായിട്ട് തീർക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ജയിലിൽ നിന്ന് ഇറങ്ങി നിന്നെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു, കിട്ടിയില്ല. നീനിന്ന് പറഞ്ഞു നടക്കുമായിരുന്നല്ലോ. അപ്പോഴാണ് ഞാൻ അവരെ സെലക്ട് ചെയ്തത്. യാത്രാമോഹികളായ അവരെ വീഴ്ത്താൻ എനിക്കധികം സമയമൊന്നും വേണ്ടി വന്നില്ല. നമുക്ക് ക്യാമ്പും എല്ലാം ഇവന്റെ ട്രാപ്പായിരുന്നു. ആരാ പറഞ്ഞ ബോബി ഇതെല്ലാം നിന്റെ പ്ലാനാണെന്ന്? ഇതെല്ലാം എൻ്റെയും കൂടെ പ്ലാനാണ് ബോബി. ഹിമയെ ഞാൻ കൊന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടും അവൾ ആത്മഹത്യ ചെയ്യില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടും എനിക്ക് ആദ്യമേ നിന്നെ സംശയം ഉണ്ടായിരുന്നു. ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ എനിക്കാകെ നിന്നെക്കുറിച്ചുള്ള അറിവ് സാം എന്നൊരു പേരും അവൾ അന്ന് എനിക്ക് കാണിച്ചെന്ന ഒരു ഇൻസ്റ്റഗ്രാം ID മാത്രമായിരുന്നു. நாங்கள் கேள்விப்பட்டோம். ஆனால் அந்த பிரச்சனைக்கு அப்புறம் இந்த வீட்டுக்கு யாரும் குடி வரல. പിന്നെ CCTV കാര്യം അന്ന് പോലീസ് കുറെ അതൊക്കെ നോക്കിയതാ, കാര്യമൊന്നും ഉണ്ടായില്ല. അവനങ്ങനെയൊന്നും പിടുത്തം കിട്ടില്ല. ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. ഇവിടെ ആരോട്ടും കൂട്ടൊന്നുമില്ല. പിന്നെ ഇപ്പൊ ക്യാമ്പ് ട്രെക്കിംഗ് എന്ന് പറഞ്ഞ് കറങ്ങി തിരിഞ്ഞ് നടക്കുക. ഇതാണ് അവന്റെ വീട്. നിങ്ങൾ നോക്കിട്ടോ, ഞാൻ അവിടെ വയ്ക്കാം. ചെറുപ്പം തൊട്ട് അവൻ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അവനത് കിട്ടിയിരിക്കണം. എന്നാ നമുക്ക് ടീമാവാം. ആദ്യം നീ വിളിച്ചോ. സുഭാഷ് ബാബു ഞങ്ങക്ക്, അജയ് രാജേഷും നിങ്ങക്ക്. എന്നാ ഗോപി ഞങ്ങൾക്ക് വേണം. സാമന വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ. അത് വേണ്ട, സാമൻ നിങ്ങൾ എടുത്തോ. ഞങ്ങൾക്ക് ഗോപി ഇഷ്ടപ്പെടുന്ന എന്തും മറ്റാർക്കും സ്വന്തമാവാതിരിക്കാൻ അവനതിനെ നശിപ്പിച്ചു കളയും.
Begum and Nimisha Nimi. പുതുവർഷം ആരംഭിക്കാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ക്യാമ്പിൽ ഇപ്പൊ ആഘോഷങ്ങളൊക്കെ തുടങ്ങിക്കാണും. കഴിഞ്ഞ കൊല്ലം ഇതേ രാത്രിയില് നീ എന്നിന്ന് തട്ടിയെടുത്ത് എന്റെ ഹിമയെ എന്റെ ഈ കൈ കൊണ്ട് തന്നെയാണ് തീർത്തത്. നീ ഒരുത്തിയ നീ കാരണ പക്ഷേ സത്യം ഇവർ രണ്ടുപേരും കൂടി അറിഞ്ഞ സ്ഥിതിക്ക് എനിക്കെന്റെ തീരുമാനം മാറ്റേണ്ടി വന്നു. എനിക്കെന്റെ തീരുമാനം ഹാപ്പി ന്യൂ ഇയർ 2024 കൂടൽ സെറ്റല്ലേ? സെറ്റല്ലേ? അപ്പൊ എല്ലാ വട്ടോളെയും വരി വിളിച്ചാലോ? വിളിക്കല്ലേ? റെഡി ടൈം എല്ലാരും വാ എല്ലാരും വാ അടിപൊളി. എന്നാ പിന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്താലോ? ബ്രോ അവരിതുവരെ വന്നില്ലല്ലോ. ആര്? ആ നമ്മുടെ ബോബിയും പിന്നെ 3 പെൺകുട്ടികളും. അവര് വന്നോളൂ. ആശാന നിനക്ക് അറിയാത്തോണ്ടാ. ആശാൻ നൈറ്റ് ഡ്രൈവ് പറപ്പിച്ച ചിലപ്പോ ഹിമാലയത്തിൽ എത്തിക്കാണും. അതുകൊണ്ട് അവരെ നോക്കണം. അതെ അതെ അതെ. ഇനിയിപ്പോ അവര് വന്നാലും വന്നില്ലെങ്കിലും കൃത്യം 12 മണിക്ക് തന്നെ നമ്മൾ സെലിബ്രേഷൻ ആരംഭിച്ചിരിക്കും. അതുപോലെ